അമേരിക്കയിൽ ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയുടെ ജീവൻ പൊലിഞ്ഞതിന് ലഭിച്ചത് 262 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ്. ആന്ധ്രാപ്രദേശുകാരിയായ ജാഹ്നവി ഖണ്ഡുലയുടെ മരണം ലോകമനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു ദുരന്തമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയപ്പോൾ ആ നഷ്ടത്തിന് വിലയിടാൻ ഒരു രാജ്യത്തിന് പോലും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സിയാറ്റിൻ നഗരഭരണകൂടം അനുവദിച്ച ഈ ഭീമമായ തുക ഒരുപക്ഷെ നീണ്ട പോരാട്ടത്തിന്റെ വേദനകൾക്ക് ഒരറുതിയാകും എന്ന് വേണം കരുതാൻ. 2023 പഠനം പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി കാത്തിരുന്ന 23 വയസ്സുകാരി ജാഹ്നവിയെ മരണം തട്ടിയെടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അമിത വേഗതയുടെ രൂപത്തിലായിരുന്നു. സിയാറ്റിലിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ജാഹ്നവിയെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗപരിധിയുള്ള സ്ഥലത്ത് 119 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തിയ കെവിൻ ഡേവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ജാഹ്നവി ഡിസംബറിൽ പഠനം പൂർത്തിയാക്കാനിരിക്കുകയായിരുന്നു. ഒരു മിന്നൽ പോലെയായിരുന്നു ആ അപകടം, എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട്. എന്നാൽ ഈ ദുരന്തത്തെക്കാൾ ലോകത്തെ ഞെട്ടിച്ചത് പിന്നീട് പുറത്തു വന്ന ഒരു ദൃശ്യമായിരുന്നു. ജാഹ്നവിയുടെ മരണത്തെ ഒരു US പോലീസ് ഉദ്യോഗസ്ഥൻ പരിഹാസച്ചിരിയോടെ അധിക്ഷേപിക്കുന്ന വീഡിയോ. ഡാനിയൽ ഓർഡറർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സഹപ്രവർത്തകനോട് ജാഹ്നവിയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ മരിച്ചു, സാധാരണക്കാരിയാണ്, ഒരു ചെക്ക് എഴുതൂ, $11,000, അവൾക്ക് 26 വയസ്സായിരുന്നു, അവളുടെ ജീവന് വലിയ വിലയില്ല എന്ന് തമാശ രൂപേണ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയിൽ പതിഞ്ഞു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. ഒരു ജീവന്റെ വിലയെ പുച്ഛിച്ചു തള്ളിയ ഈ വാക്കുകൾ വലിയ ജനരോഷത്തിന് കാരണമായി. ആ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ $29 ദശലക്ഷം, അതായത് ഏകദേശം 262 കോടി രൂപ നഷ്ടപരിഹാരമായി ജാഹ്നവിയുടെ കുടുംബത്തിന് സിയാറ്റിൽ നഗരഭരണകൂടം അനുവദിച്ചിരിക്കുന്നത്. സിറ്റി അറ്റോർണി എറിക്ക ഇവാൻസ് ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജാഹ്നവി ഖണ്ഡുലയുടെ മരണം അതീവ ദുഃഖകരമാണ്. സാമ്പത്തികപരമായ ഈ ഒത്തുതീർപ്പ് 23കാരിയുടെ കുടുംബത്തിന് ആശ്വാസം നൽകുമെന്ന് നഗരം പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കി. കോടിക്കണക്കിന് രൂപയുടെ ഈ നഷ്ടപരിഹാരം ആ കുടുംബത്തിന്റെ വേദനകൾക്ക് ഒരറുതി നൽകുമോ? കാലം മായ്ക്കാത്ത മുറിപ്പാടുകൾക്ക് മുകളിൽ ലഭിക്കുന്ന ഈ തുക ഒരുപക്ഷെ നീതിയുടെ വിജയമായി ആഘോഷിക്കപ്പെടുമായിരിക്കാം. എന്നാൽ ഒരു യുവതിയുടെ സ്വപ്നങ്ങൾക്കും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കും എന്ത് വിലയിടാൻ കഴിയും? ജാഹ്നവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ വാർത്ത ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നീതിയുടെ ഈ കണക്കുകൾക്ക് ഒരു ജീവന്റെ വിലയെ നിർവചിക്കാൻ സാധിക്കുമോ? എന്തായാലും ആ കുടുംബത്തിന് ഒരു ആശ്വാസമായി ഈ പണം ലഭിച്ചിരിക്കാം. പക്ഷേ തന്റെ മകളെ മരണം തട്ടിയെടുത്തതിന്റെ വേദനയിലാണ് ആ കുടുംബം ഇപ്പോഴും.